ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലുവ മണപ്പുറത്താണ്. ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് വന്നത്. നമുക്ക് എറണാകുളംകാർക്ക് ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണപ്പുറമാണ്. മണപ്പുറം എന്ന് പറയുന്നൊരു വികാരമാണ് നമുക്ക്, അല്ലേ? ശിവരാത്രി ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. കുഞ്ഞായിരുന്ന സമയത്ത് എക്സാം തീരാനും അതിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളൊരു ദിവസം കണ്ടെത്തിയിട്ട് നമ്മൾ എന്തായാലും ഒരു വൈകുന്നേരം നമ്മൾ പോയിരിക്കും. അപ്പോൾ അവിടെ നമുക്കറിയാം ശിവൻ്റെ അമ്പലമാണുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ പുറകിലുള്ള നമ്മുടെ എന്താ പറയുക മണപ്പുറം അങ്ങോട്ടേക്ക് പോകുന്നത്, അല്ലേ? ഷോപ്പിംഗ് അനുഭവമാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും മിസ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ഒരു കടല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പൊരിയോ ഈന്തപ്പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കും, അല്ലേ? പിന്നെ നമ്മൾ വെറുതെ ഒന്നും മേടിച്ചില്ലെങ്കിലും നമ്മളിങ്ങനെ കടകളിലൊക്കെ കയറി ഇറങ്ങുക. അതാണ് നമ്മുടെ ആ ഒരു നൊസ്റ്റുമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മണപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കുട്ടിക്കാലമായാലും വലിയ ആൾക്കാരാണെങ്കിലും ഒരിക്കലും നമ്മൾ മിസ് ചെയ്യില്ല. എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണപ്പുറം ഒരു വികാരമാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടിയാട്ടമുണ്ട്, അതുപോലെ ഊഞ്ഞാലുണ്ട്, അങ്ങനെ കുറേ റൈഡുകളുണ്ട്, അല്ലേ? പിന്നെ മാല വള അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നത്. പിന്നെ കുറേ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മേടിക്കുന്നതാണ് പല ടൈപ്പിലുള്ള പേനകളും പെൻസിലുകളും ഒക്കെ വരും, അല്ലേ? അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ പോകും ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെ. അപ്പോൾ ശനിയാഴ്ച ആയിരുന്നു ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഈ കൊല്ലത്തെ ഒരു സ്പെഷ്യലായിരുന്നു സ്കൈ ഡൈനിങ്. നമ്മൾ മൂന്നാറും അങ്ങനെയുള്ള സ്ഥലത്തേ കണ്ടിട്ടുള്ളൂ, പക്ഷേ നമ്മുടെ മണപ്പുറത്തും ഇപ്രാവശ്യം സ്കൈ ഡൈനിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആയിരുന്നു ഇങ്ങനെ ഹാങ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്ന ഒരു സാധനം അതുണ്ടായി. പിന്നെ കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് റൈഡുകളായിട്ടും പിന്നെ കളിപ്പാട്ടങ്ങളും അങ്ങനെ കുറേ. പിന്നെ ഉണ്ടായിരുന്നു നമ്മൾ ബോൾ എറിഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലാസ് വീഴ്ത്തുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടുന്നത്, അതുപോലെ തോക്ക് വെച്ചിട്ട് നമ്മൾ ബലൂൺ പൊട്ടിക്കുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടുന്നത്, പിന്നെ റിങ് എറിഞ്ഞിട്ട് നമുക്ക് എന്തിലാണോ വീഴുന്ന പ്രൈസ് കിട്ടുന്നത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞ്. പിന്നെ ഈ കൊല്ലത്തെ സ്പെഷ്യൽ ഐറ്റമായിരുന്നു ഡോം തിയേറ്റർ. കുറേ റീലിൽ നമ്മൾ കണ്ടാണ് ഡോം തിയേറ്റർ എന്താണ്, മീൻസ് ഭയങ്കര ഇതാണ്, എന്തായാലും കയറണം, മസ്റ്റ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഞാനും അതേപോലെ തന്നെ കയറി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 100 രൂപയായിരുന്നു ഒരാളുടെ ടിക്കറ്റ്. കുറേ പേർക്ക് നിൽക്കാം കേട്ടോ. അറ്റ് എ ടൈം എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് എന്തോ ആയിരുന്നു അതിൻ്റെ ടൈം. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടി കയറി. തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ അതിൻ്റെ കൂടെ പോകുന്നതല്ലേ, നമ്മൾ ഒരു വണ്ടർലയിലൊക്കെ പോകുമ്പോൾ 5D 8Dയിലൊക്കെ കാണുന്ന പോലെ നമ്മളിങ്ങനെ വീഴാൻ പോകുന്ന പോലെയും അങ്ങനെയൊക്കെ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കാരണം ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു 360 ഡിഗ്രി. എല്ലാവരും ഇതെന്താ സംഭവം എന്ന് അറിയാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുഞ്ഞു പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. നമ്മളിങ്ങനെ കൂടെ പോകുന്ന പോലെ 3-4 സ്റ്റോറീസ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഹോട്ട് എയർ ബലൂണിൽ പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അതായിരുന്നു ഏറ്റവും ഇഷ്ടമായത്. പിന്നെ കുറേ മീനുകളുടെ ഒരിതും അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടിയാട്ടം, പിന്നെ നമ്മൾ മരണക്കിണർ, അവിടെ നമ്മുടെ മെയിൻ സ്പോട്ടാണ്. പിന്നെ ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ആ തൊട്ടിയാട്ടത്തിൻ്റെയും ഊഞ്ഞാലിൻ്റെയും അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. എല്ലാവരും മണപ്പുറത്ത് പോകുമ്പോൾ ഒരു സ്റ്റോറി, അതിൻ്റെ ഒരു സ്റ്റോറി ആയിരിക്കും, അല്ലേ, എപ്പോഴും നമ്മൾ കാണാം. അപ്പോൾ അതൊന്നും. പിന്നെ അമ്മയുടെ ഒരു സ്പോട്ടാണ് പൂ. അപ്പം നമ്മൾ ഇത് പ്ലാസ്റ്റിക് ഇതാണ് കേട്ടോ, നമ്മളിങ്ങനെ കിച്ചൺ ഇതിലൊക്കെ വെക്കാൻ പറ്റുന്നത്, വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും പരിപാടികളുണ്ടാവും. അന്ന് നമുക്ക് ഗാനമേളയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതുമൊക്കെ കണ്ടു. അങ്ങനെ നല്ലൊരു വൈകുന്നേരം നമ്മൾ മണപ്പുറത്ത് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മണപ്പുറം വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.